അപകട മരണങ്ങൾ വളരെയധികം എല്ലാവരെയും ഞെട്ടിക്കാറുണ്ട്. അതിൽ യുവതലമുറയുടെ മരണമാണ് ശരിക്കും എല്ലാവരെയും ഞെട്ടിക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നവർ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളുമായി അവരുടെ സമയം ചിലവഴിച്ച് കളിയിലും ചിരിയിലും മടങ്ങിയവർ പിന്നീട് കണ്ണീർ കടലായി മാറുന്ന കാഴ്ച. ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളുണ്ടെങ്കിലും ഓരോ വാർത്തയും വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. ഒരേപോലത്തെ വാർത്തകളാണ് എന്ന് കരുതി ആർക്കും അത് തള്ളി മാറ്റാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കാനോ സാധിക്കില്ല. അത്രമാത്രം വേദന നൽകുന്ന മറ്റൊരു വാർത്ത കൂടിയാണ് കാസർഗോഡ് നിന്ന് പുറത്തു വരുന്നത്. കാസർഗോഡ് ഉപ്പളയിൽ അപകടത്തിൽ പെട്ടുകിടക്കുന്ന ബൈക്കിന്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോഴും ആ അവസ്ഥ കാണുമ്പോഴും ആ അപകടത്തിന്റെ കാഠിന്യം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ആ 24 വയസ്സുകാരൻ നിരഞ്ജന്റെ വേദനയും അവന്റെ വീട്ടുകാർക്കുള്ള ഉൾവിളിയും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. ഉപ്പള ദേശീയപാതയിൽ ബന്തിയോട് സർവീസ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് നിരഞ്ജൻ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മംഗളൂരു ഏനക്കല്ല് പടിനടുക്ക് ഹൗസിൽ നിരഞ്ജനാണ് മരിച്ചത്. മംഗളൂരുവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധൻ രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്ത് മംഗളൂരു ശക്തി നഗർ നീതി നഗറിലെ ഋത്തിക് ബെന്നി ചികിത്സയിലാണ്. അദ്ദേഹത്തിനും 24 വയസ്സാണ്. ബുധൻ പുലർച്ചെ 12:30 അപകടം സംഭവിച്ചത്. കാസർഗോഡ് ഭാഗത്തു നിന്നും മംഗളൂരു ഭാഗത്തെ 5 ബൈക്കുകളിലായി പോവുകയായിരുന്നു നിരഞ്ജനും സുഹൃത്തുക്കളും. ബന്തിയോടെത്തിയപ്പോൾ എതിരെ വരികയായിരുന്ന പിക്കപ്പും നിരഞ്ജനും കൃതിയും സഞ്ചരിച്ചിരുന്ന ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു. 5 ബൈക്കുകളിലായി തന്നെ കാസർഗോഡ് ഭാഗത്തു നിന്നും മാംഗ്ലൂരിലേക്ക് പോകുകയായിരുന്നു ഇവർ. രാവിലെ തന്നെ തിരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പുലർച്ചെ 12:30 പക്ഷേ ഇവർ അവിടെ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. പല സാഹചര്യങ്ങളും കാരണമാണ് യാത്ര പിൻപോട്ടാക്കിയതും മുൻപോട്ടാക്കിയതെന്നും പറയുന്നുണ്ട്. ബന്തിയോടെത്തിയപ്പോഴായിരുന്നു എതിരെ വന്ന വാഹനം ഇടിച്ചത്. പിക്കപ്പായിരുന്നത് തിരിച്ചറിയാൻ പോലും പറ്റാൻ കുറച്ചധികം സമയമെടുത്തു. ഇടിച്ചു കിടന്ന ഇവരെ സുഹൃത്തുക്കൾ എല്ലാവരും എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരുടെയും ഉടൻ ബന്തിയോട്ട ആശുപത്രിയിൽ ഉടനെ തന്നെ എത്തിച്ചു. തുടർന്ന് അവിടെ നിന്ന് മാംഗ്ലൂരു ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൃതി ബെന്നിയുടെ നില ഗുരുതരമായി തന്നെ തുടർന്ന് ഇപ്പോഴും മുൻപോട്ട് പോവുകയാണ്. കൃതിക്കിടയ്ക്ക് സംസാരിക്കുകയും നിരഞ്ജനെ ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിരഞ്ജൻ സുഖം പ്രാപിച്ചു വരുന്നു എന്ന് കൃതിക്കിടെ പറഞ്ഞ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയും ഉറ്റ സുഹൃത്ത് തൻ്റെ അവസാന യാത്രയിൽ ഉണ്ടായിരുന്നത് താനാണെന്നൊന്നും തന്നെ അറിയുന്നില്ല ശരിക്കും ഋത്തിക്. ഇപ്പോൾ ഋത്തിക് അവശനിലയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുത്ത് തിരികെ വരട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ മാതാപിതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകർ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു മകൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, മറ്റൊരു മകനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.